Praise be to God. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Every time when I listen to the word of God or I preach the word of God, I remember one thing. That is the visitation of God to correct certain things in my life and people who are listening. എപ്പോഴൊക്കെയോ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വ്യക്തിപരമായ സന്ദർശനം എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുകയും ചില കാര്യങ്ങൾ തെറ്റുപറ്റിപ്പോയ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത് നേരെയാക്കുവാനും അത് ശ്രദ്ധിക്കുന്നവർക്കും അത് ഗുണം ചെയ്യുവാനും കാരണമായിട്ടുണ്ട്. And whenever I stand at the podium to preach the gospel, as Brother Stephen reminded this morning about the labor pain and the childbirth, until this message is delivered, I am in labor pain, and I pray that the child which is going to be born will be a matter of joy at the end of the message. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോഡിയത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് തുനിയുമ്പോൾ ഇന്ന് രാവിലെ സ്റ്റീഫൻ അങ്കിൾ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു അമ്മ പ്രസവവേദന അനുഭവിക്കുന്നത് പോലെ ആ കുഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞ് മറ്റുള്ളവർക്ക് സന്തോഷകരമായിട്ട് തീരണമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടാണ് നിൽക്കുന്നത്. I request you earnest prayer that there will be a safe delivery, and after that there will be rejoicing by seeing the child this afternoon. അങ്ങനെ ആ പുറത്തു വരുന്ന കുഞ്ഞ് എല്ലാവർക്കും സന്തോഷകരമായിട്ട് തീരുവാൻ അങ്ങനെ ഒരു സുരക്ഷിതമായ പ്രസവം നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുക. Last time we were considering the spiritual lessons from the book of Jonah. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചപ്പോൾ യോനയുടെ പുസ്തകത്തിൽ നിന്ന് ആത്മീയ സത്യങ്ങളാണ് നാം കേട്ടത്. As we come to this book, we see very interesting things about Jonah. ഈ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യോനയെക്കുറിച്ച് വളരെയധികം താല്പര്യമുളവാക്കുന്ന ചിന്തകളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. I have observed three special things about Jonah which cannot be spoken about anybody else in the world. ഈ ലോകത്തിൽ മറ്റാരെക്കുറിച്ചും സംസാരിക്കുവാൻ പറ്റാത്ത വിധത്തിൽ മൂന്ന് പ്രത്യേകമായ കാര്യങ്ങൾ യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് യോനയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. The first thing about Jonah is that he was the first foreign missionary in the Bible. ഒന്നാമതായിട്ട് നാം യോനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഒന്നാമതായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നുപോയി പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയായിരുന്നു യോന. The second thing about Jonah we're talking about is he is the only preacher who get angry and annoyed when the people from the people of God bless the ministry. തൻ്റെ ശുശ്രൂഷ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് മറ്റുള്ള ജനങ്ങൾ കർത്താവിനെ ദൈവത്തെ സ്വീകരിച്ചപ്പോൾ ആ വിഷയത്തിൽ ഏറ്റവും അധികം ദേഷ്യവും വിഷമവും അനുഭവപ്പെട്ട ആദ്യത്തെ വ്യക്തി ആണ് യോന എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. The third thing about Jonah is that he is the person who spoke very rebelliously and arrogant with God in every word he spoke. മൂന്നാമതായിട്ട് യോനയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തോട് താൻ സംസാരിച്ചപ്പോഴെല്ലാം വളരെയധികം ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും ദൈവത്തോട് താൻ എല്ലാ വാക്കുകളിലും സംസാരിച്ചു. We cannot see anyone else in the scripture that so arrogant the way Jonah was talking to God. ഈ വേദപുസ്തകം തിരുവഴുത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ചും യോന സംസാരിച്ചതുപോലെ ധിക്കാരത്തോടെ ദൈവത്തോട് സംസാരിച്ചതായിട്ട് കാണുവാൻ കഴിയുകയില്ല. We can see there are people who disobeyed God. നമുക്കറിയാം ദൈവത്തെ അനുസരിക്കാത്ത അനേകർ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. But we cannot think of anyone in the Bible who spoke with so much rebellion as Jonah did. എന്നാൽ യോനയെ പോലെ ഒരു മാത്സരിക ബുദ്ധിയോടെ ദൈവത്തോട് സംസാരിച്ച മറ്റൊരാളെ കുറിച്ച് നമുക്ക് തിരുവഴുത്തുകളിൽ കാണുവാൻ സാധിക്കുകയില്ല. The most interesting thing about Jonah is that ഒന്നാമതായിട്ട് വളരെയധികം താല്പര്യമുളവാക്കുന്ന യോനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, he is the only preacher who traveled with the gospel in the belly of a big fish. ദൈവത്തിന്റെ സുവിശേഷവുമായിട്ട് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ സഞ്ചരിച്ച ഏക വ്യക്തിയായിരുന്നു യോന. There are many special things about him. യോനയെക്കുറിച്ച് വളരെയധികം പ്രത്യേകതയുള്ള മറ്റു കാര്യങ്ങളുണ്ട്. Jonah is a very popular Bible character, we can see. വളരെയധികം പ്രശസ്തനായ ഒരു തിരുവഴുത്തുകളിലെ ഒരു വ്യക്തിത്വമായിട്ട് യോനയെ നമുക്ക് കാണുവാൻ സാധിക്കും. I do not want to dwell on describing about Jonah or his character and so on.
യോനയുടെ സ്വഭാവത്തെക്കുറിച്ചോ തന്റെ പ്രവൃത്തിയെക്കുറിച്ചോ കൂടുതൽ അങ്ങ് ആഴത്തിൽ സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. The first week of January we have already discussed some of the important facts. നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ആഴ്ചയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു പോയതാണല്ലോ. But I want to remind the three sad things happened in the life of Jonah. എന്നാൽ യോനയുടെ ജീവിതത്തിൽ ദുരന്തമായി ഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. In other words, the three things that Jonah did to run away from God. മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് താൻ ചെയ്ത ചില കാര്യങ്ങൾ. Let me ask you, any one of you remember those three things we spoke on first week of January? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ആദ്യത്തെ ആഴ്ചയിൽ സംസാരിച്ച 3 കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? The three simple mistakes Jonah did. യോന ചെയ്ത വളരെ ലളിതമായ 3 തെറ്റുകൾ. In order to save time, probably you may be remembering, I'll tell you. Number one, Jonah fled from the presence of God. ഒന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് യോന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. Number two, Jonah fled from the plan and program of God. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു യോന. Number three, Jonah fled from the blessings of God that is in store for him. മൂന്നാമതായിട്ട് ദൈവം തനിക്കായിട്ട് വെച്ചിരുന്ന ആ അനുഗ്രഹങ്ങളിൽ നിന്ന് പലായനം ചെയ്ത യോന. Jonah fled from the presence of God, from the intimate relationship that he was having with God. ദൈവമായിട്ടുള്ള ഏറ്റവും വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് യോന ഒളിച്ചോടിപ്പോയത്. Jonah fled from the plan and program of God. He wanted to go his own way and his own agenda. തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് തന്റെ കാര്യപരിപാടികളിൽ മാത്രം നടത്തുവാനായിട്ട് താൻ ഓടിപ്പോയി. He was looking after his own convenience in preaching the gospel. ദൈവത്തിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതിൽ തന്റെ സൗകര്യമാണ് താൻ നോക്കിയത്. Jonah had fled from the presence of God and he lost the blessings that he has prepared for him. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് താൻ ഓടിപ്പോയത് മുഖാന്തരം ദൈവം തനിക്കായിട്ട് വെച്ചിരുന്ന അനുഗ്രഹങ്ങളെ താൻ നഷ്ടമാക്കി കളഞ്ഞു. The warning is sometimes this can happen in your life and my life also. എന്നാൽ ഒരു മുന്നറിയിപ്പ് പോലെ നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ ഇത് സംഭവിച്ചേക്കാം. But God wants us to come back to him. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. God wants Jonah to come back in active fellowship with him. യോന തന്റെ ജീവിതത്തിലേക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. If you run away from the presence of God, ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓടിപ്പോകുവാൻ ശ്രമിച്ചാൽ, from the intimacy that we have with the Lord Jesus Christ, കർത്താവായ യേശുക്രിസ്തുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് in order to make it for our convenience, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് God wants us to come back and he will bring us back. എന്നാൽ ദൈവത്തിന് നാം മടങ്ങി വരണം, അതല്ലെങ്കിൽ ദൈവം നമ്മെ മടക്കി വരുത്തും. Let us please examine your life and my life in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. Where we stand in the personal relationship that you and I have with the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വ്യക്തിപരമായ ആത്മീയമായ ബന്ധം എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Brothers and sisters, let us ask God to help us not to make such blunder and mistakes that Jonah was making. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആ ഭോഷത്വം, ആ മണ്ടത്തരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Yeah, we learned last time that the three things Jonah did to run away from the presence of God. കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് യോന ചെയ്ത 3 കാര്യങ്ങളാണ് നാം കേട്ടത്. Now I want to take you to the other things of the meditation this morning. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായിട്ട് യോനയുടെ ജീവിതത്തിലെ മറ്റു ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We see 3 things Jonah did to run away from the presence of God. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് യോന ചെയ്ത 3 കാര്യങ്ങൾ നാം കേട്ടു. But God has to do 6 things to bring him back. എന്നാൽ യോനയെ മടക്കി കൊണ്ടു വരുവാനായിട്ട് ദൈവം 6 കാര്യങ്ങൾ ചെയ്തതായിട്ട് നാം കാണുന്നു. 3 things Jonah did to run away from his presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് 3 കാര്യങ്ങൾ യോന പ്രവർത്തിച്ചപ്പോൾ, remember, God has to work overtime. He has to do 6 things to bring that person back to him. എന്നാൽ ആ വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് ദൈവം അധികം വേല ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു. Let us see those 6 things pretty fast. നമുക്ക് വളരെ വേഗത്തിൽ ആ 6 കാര്യങ്ങൾ ഓടിച്ച് നമുക്ക് ചിന്തിച്ചു പോകാം. Number 1, if you look at chapter 1 verse 4, we read like this: but the Lord sent out a great wind on the sea. അവിടെ നാം വായിക്കുന്നത് യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു എന്നാണ്. If your Bible is there, you can see chapter 1 verse 17. Number 2, now the Lord has prepared a great fish to swallow Jonah. ഒന്നാം അധ്യായം 17-ാം വാക്യത്തിൽ യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി എന്ന് വായിക്കുന്നുണ്ട്.
chapter 2, verse 10, we read like this for the third thing. So the Lord spoke to the fish to vomit Jonah on the dry land. രണ്ടാമധ്യായം 10-ാം വാക്യം, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. നാലാമധ്യായം, chapter 4, verse 6. നാലാമധ്യായം അതിന്റെ 6-ാം വാക്യം, And the Lord God prepared a plant and made it come up over Jonah. അവിടെ യോനയ്ക്ക് തണലായിട്ട് ഒരു ആവണക്കിനെ ദൈവം കൽപ്പിച്ചാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Again, the fifth thing is chapter 4, verse 7. God prepared a worm and it so damaged the plant that it withered. അഞ്ചാമതായിട്ട് നാം കാണുന്നത് അതിന്റെ 7-ാം വാക്യമാണ്, ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. And the last thing God did is chapter 4, verse 8, that God prepared a vehement east wind. 8-ാമത്തെ വാക്യം നാം വായിക്കുന്ന അത്യുഷ്ണമായ ഒരു കിഴക്കൻ കാറ്റ് ദൈവം കൽപ്പിച്ചു വരുത്തി. Did you notice the very special wordings in each of these 6 things God was doing? ഇവിടെ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളിലും വളരെ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? All these verses it says God prepared, God caused it to happen. ഇവിടെ എല്ലാം നാം കാണുന്നത് അതിന്റെ പിന്നിൽ മുഖാന്തരമായി തീരുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവം അതിനെ ഒരുക്കിയിരുന്നു എന്നാണ് കാണുന്നത്. It doesn't say God, the wind came that way, but the Lord sent out a great wind. അവിടെ യാദൃച്ഛികമായിട്ട് ഒരു കാറ്റ് അടിച്ചു എന്നല്ല പറയുന്നത്, ദൈവം അതിനെ കൽപ്പിച്ച് അത് അടുപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. It doesn't say a fish came that way, but God prepared a great fish. അവിടെ ഒരു മത്സ്യം യാദൃച്ഛികമായിട്ട് വന്നു എന്നല്ല പറഞ്ഞത്, ദൈവം അതിനെ കൽപ്പിച്ചാക്കി എന്നാണ് അവിടെ വായിക്കുന്നത്. It doesn't say that the fish simply vomit Jonah out of the dry land, but the Lord spoke to the fish to vomit Jonah on the particular place. അവിടെ മത്സ്യം സ്വയമായിട്ട് അങ്ങനെ ആ പ്രവൃത്തി ഛർദ്ദിക്കുവാനുള്ള പ്രവൃത്തി ചെയ്തു എന്നല്ല, ദൈവം അതിനോട് കൽപ്പിച്ചത് കൊണ്ട് അത് അങ്ങനെ ചെയ്തു എന്നാണ് വായിക്കുന്നത്. It doesn't say that the plant or the tree sprang up, the Lord God prepared a plant. അവിടെ ആവണക്ക് തന്നെ മുളച്ചു വന്നു എന്നല്ല പറഞ്ഞത്, ദൈവം അതിനെ അവിടെ ഒരുക്കിയിരുന്നു എന്നാണ് പറഞ്ഞത്. It doesn't say that the plant simply withered, but God prepared a worm to destroy that plant. അവിടെ ആ വളർന്നു വന്ന ആവണക്ക് തന്നെ ഉണങ്ങിപ്പോയി എന്നല്ല പറയുന്നത്, എന്നാൽ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് അതിനെ കുത്തിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. It doesn't say the vehement east wind casually come that way, but God prepared a vehement east wind to blow. എന്നാൽ അവിടെ അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് വളരെ യാദൃശ്ചികമായിട്ട് അടിച്ചു എന്നല്ല പറയുന്നത്, എന്നാൽ ദൈവം അതിനെ കൽപ്പിച്ചാക്കിയത് കൊണ്ടാണ് അത് അവിടെ അടിച്ചത്. See, all these things, 6 things, verses, we read that God prepared everything in such a way that this should happen without any fail. ഈ 6 കാര്യങ്ങളിലും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം അതിനെ കൽപ്പിച്ചാക്കി അത് നേരത്തെ മുൻകൂട്ടി പദ്ധതി ഒരുക്കിയാണ് ദൈവം അത് പ്രവർത്തിച്ചത്. When we plan and do something, there are so many flop can happen in that. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പദ്ധതി ഒരുക്കി പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കണം, അതിൽ പലതും പാളിച്ച സംഭവിക്കാൻ ഇടയുണ്ട്. But when God do something, it will be perfect in timing and in perfection in his action also. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും, അത് ഏറ്റവും സമ്പൂർണ്ണമായതും ഏറ്റവും തികവുള്ളതുമായിട്ട് അതാത് സമയത്ത് അത് സംഭവിക്കുന്നു. God prepared these 6 things and it happened so. അങ്ങനെ 6 കാര്യങ്ങൾ ദൈവം തയ്യാറാക്കി വെച്ചു, അത് അതിന്റെ സമയത്ത് അത് സംഭവിച്ചു. Why did God do all these 6 things? എന്തിനാണ് ദൈവം ഈ 6 കാര്യങ്ങൾ ചെയ്തത്? You know the answer. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം. To bring back the erring child, the disobeyed prophet, the disobedient preacher, to bring him back. അത് ആ അനുസരണക്കേട് കാണിച്ച പ്രവാചകനെ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ച ഒരു കുഞ്ഞിനെ, അനുസരണക്കേട് കാണിച്ച ഒരു സുവിശേഷകനെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. God took the initiative to bring him back. ദൈവമാണ് അതിന് തുടക്കം കുറിച്ചത്, അങ്ങനെ ആ പ്രവാചകൻ മടങ്ങി വരാൻ കാരണമായി. God didn't say that if you want to go, let him go in his way. ദൈവം പറഞ്ഞു അവന്റെ വഴിക്ക് പോവുകയാണ്, പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിച്ചില്ല. He didn't say that he didn't want to come, let him go. അവന് തിരിച്ചു വരാൻ മനസ്സില്ലെങ്കിൽ അവന്റെ വഴിക്ക് പോകട്ടെ എന്ന് ദൈവം വെച്ചില്ല. But God took the initiative to bring him back with certain measures. എന്നാൽ അവനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള തുടക്കം, അതിന്റെ താല്പര്യം തുടങ്ങി വെച്ചത് ദൈവമായിരുന്നു. അതിന് ചില കാര്യങ്ങൾ ദൈവം ചെയ്യുകയും ചെയ്തു. Remember, when we run away from the presence of God, God has to work very hard to bring you back, and he has to take some disciplinary action on you. That will sometimes painful also. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓടിപ്പോകുമ്പോൾ നമ്മെ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുമ്പോൾ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് നമ്മെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും അതിന് കാരണമായി തീരും. We want to keep quiet, but God will not be resting unless until he do that measures and get it corrected. ഒരുപക്ഷേ നാം മൗനമായിട്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അങ്ങനെ മൗനമായിരിക്കാൻ കഴിയുകയില്ല.
അവൻ നമ്മെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ചില പ്രവൃത്തികൾ ചെയ്യും. This is what happened in Jonah's life. ഇതായിരുന്നു യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. How true it is in our life also. നമ്മുടെ ജീവിതത്തിലും അത് എത്ര സത്യമായിട്ട് ഇരിക്കുന്നു. How many times we have been fled away from the presence of God. എത്ര പ്രാവശ്യം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടി പോയവരാണ്. We have been going away from the intimate relationship that God was looking forward. ദൈവമായിട്ട് നാം പുലർത്തി പോന്നിരുന്ന ആത്മീയമായ സ്നേഹബന്ധം അതിന് കോട്ടം സംഭവിച്ചു എന്ന രീതിയിലായിരുന്നു നാം ദൈവത്തിൽ നിന്ന് സന്നിധിയിൽ നിന്ന് ഓടിപ്പോയത്. Can you imagine and count how many times God has invested on you and spent time for you? നമുക്ക് വേണ്ടി എത്രമാത്രം സമയം എത്രമാത്രം നിക്ഷേപങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്തിരുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നത്. What all things God has done to bring us back to His fellowship? ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ദൈവം എന്തുമാത്രം കാര്യങ്ങളാണ് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാകും. Maybe He might have bring some heavy sickness in our family. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വലിയൊരു രോഗബാധയായിരിക്കും ദൈവം കൊണ്ടുവന്നത്. Cancer may be one of that. അതിൽ ഒരെണ്ണമായിട്ടിരിക്കുന്നത് ക്യാൻസർ ബാധയായിരിക്കും. It could be a monetary loss. അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കാം. Could be a fatal accident. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ അപകടമായിരിക്കാം. Something or other will happen. God will create it to understand that, and you need to come back to God in such a way that He want to correct you and restrict your life. അങ്ങനെ ചില ഈ രീതിയിലുള്ള അപകടങ്ങളോ അനർത്ഥങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് നമ്മെ മടക്കി കൊണ്ടുവരണം, നമ്മെ നേരെയാക്കണം എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. Why we are facing all these struggles and difficulties in our life? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ അധ്വാനവും പ്രയാസങ്ങളും നാം അനുഭവിക്കുന്നത്? To bring you back to God, that God wants to reinstate the fellowship and the relationship with Him. അതിന്റെയൊക്കെ പിന്നിൽ ആധാരമായിരിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം അതൊന്ന് പുനഃസ്ഥാപിക്കുവാനും ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഒന്ന് മടക്കിക്കൊണ്ടുവരാനും യഥാസ്ഥാനപ്പെടുത്തുവാനുമായിട്ട് ആണ് അത് സംഭവിക്കുന്നത്. We are always in the interest of going away from God, but God never wants us to leave us in our own way. നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുവാനുമാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല, നമ്മെ മടക്കി കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. God will never say let him go if he doesn't want to be in my presence, let him go his way. He never think like that. അവൻ എന്റെ സാന്നിധ്യത്തിൽ ആനന്ദം കണ്ടെത്തുന്നില്ല, അവൻ അവന്റെ വഴിക്ക് പോകണമെന്ന് വിചാരിക്കില്ല, പോയിക്കൊള്ളോട്ടെ എന്ന് ഒരിക്കലും ദൈവം വിചാരിക്കാറില്ല. If you carefully read John's Gospel chapter 21, you remember the disciple Peter about him. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ പത്രോസ് സംസാരിക്കുന്നത് നമുക്കറിയാം. He said, I am going for fishing. താൻ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ്. He went for fishing. Not only that, അവൻ മീൻ പിടിക്കുവാൻ പോയി. അത് മാത്രമല്ല, he encouraged some of his friends also to go for fishing. മാത്രമല്ല തന്റെ കൂട്ടുകാരെയും താൻ കൂട്ടുവാനായിട്ട് അവൻ പ്രോത്സാഹിപ്പിച്ചു. What did the Lord say? എന്നാൽ കർത്താവ് എന്താണ് അവനോട് പറഞ്ഞത്? All right, if they want to go, let them go. I will look for some genius, some smart guys to do my job. നിങ്ങൾ പോകുകയാണ്, പോയിക്കോട്ടെ, ഞാൻ നിങ്ങളെക്കാളും നല്ലവരായ സമർത്ഥന്മാരായ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് കർത്താവ് പറഞ്ഞു. God never said that. കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. We read in the chapter 21. 21 അധ്യായത്തിൽ നാം വായിക്കുന്നത്, when the morning was come, Jesus stood on the shore. He went after the fishermen. അവിടെ പ്രഭാതമായപ്പോൾ യേശു കർത്താവ് കരയ്ക്ക് നിന്നു, അവൻ മുക്കുവന്മാരെ നോക്കി നിന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. He could have chosen somebody else. അവൻ ഒരുപക്ഷെ മറ്റാരെങ്കിലും കണ്ടെത്താമായിരുന്നു. Who is smart and faithful. തന്നോട് വിശ്വസ്ത കാണിക്കുന്നവരോ അല്ലെങ്കിൽ സമർത്ഥന്മാരായ മറ്റാരെങ്കിലും തനിക്ക് നോക്കാമായിരുന്നു. Why did he go after this Peter again? എന്തുകൊണ്ടാണ് ഈ പത്രോസിന്റെ പിന്നാലെ കർത്താവ് പോയത്? He said, I don't know him. പത്രോസ് പറഞ്ഞു, എന്നെ അവനെ അറിയില്ല. Can you see the heart of God right there? അവിടെ കർത്താവിന്റെ ഹൃദയം നമുക്ക് കാണുവാൻ കഴിയുമോ? As I mentioned last time, if you look at the book of Jonah with a preconception idea that Jonah is a disobeying person, so I am not interested in this book. God has so many lessons for us to learn from that book. യോനയുടെ പുസ്തകത്തെ നാം സമീപിക്കുമ്പോൾ മുൻവിധികളോടെ യോന ദൈവത്തെ അനുസരിക്കാത്തൊരു പ്രവാചകനാണ് എന്ന ചിന്തയോടെ അത് പഠിക്കുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറയുവാനിരിക്കുന്ന ഈ ആശയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. You and I can see the heart of God, the love and compassion that He has for you and for me. നമുക്ക് മറ്റുള്ളവർക്കുമുള്ള ദൈവത്തിന്റെ കരുണയും അനുകമ്പയും മനസ്സിലും സ്നേഹവും എല്ലാം
ഈ ഇതിൽ നിന്ന് കാണാതെ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. You remember the sisters went to the tomb to see the body of Jesus Christ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുലർച്ചെ സഹോദരിമാർ കർത്താവിന്റെ കല്ലറയിലേക്ക് പോയത്. You know, the Lord commanded the angels to do something special. അവിടെ ദൂതന്മാരോട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം അവിടെ കൽപ്പിച്ചത് നാം കാണുന്നുണ്ട്. The angels were there when the sisters come to the tomb. ആ സഹോദരിമാര് ആ കല്ലറ വാതിലുകൾ എത്തിയപ്പോൾ അവിടെ ദൂതന്മാര് ഉണ്ടായിരുന്നു. Have you noticed this? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? God had asked the angels to say like this. അവരുടെ ദൂതന്മാരോടായിട്ട് കർത്താവ് ദൈവം പറഞ്ഞത് ഇങ്ങനെ പറയണമെന്നാണ്. Go and tell the disciples and Peter that I am risen. നിങ്ങൾ മടങ്ങിപ്പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം പറയണം. Have you noticed that? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Notice the disciples and Peter. അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ശിഷ്യന്മാരോടും പിന്നെ പത്രോസിനോടും എന്ന്. What is the need to say that? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? It is not enough to say go and tell the disciples കേവലം ശിഷ്യന്മാരോട് പോയി പറയുക എന്ന് മാത്രം പറഞ്ഞാൽ that I am risen. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. But Peter is already included in the disciples. എന്നാൽ he is already included in the group of disciples. ശിഷ്യന്മാരോട് കൂട്ടത്തിൽ തന്നെ പത്രോസും ഉൾപ്പെട്ടിരുന്നു. But no, if it was only for the disciples, Peter should think that I just dishonor him. I said I don't know him. Probably he might have taken me out of the list and I am no more a disciple. എന്നാൽ ഒരുപക്ഷെ ഞാൻ കർത്താവിനെ അറിയുന്നില്ല, കർത്താവിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള വ്യക്തിപരമായ തന്റെ സാക്ഷ്യമായിരിക്കാം ആ പ്രത്യേകമായിട്ട് പത്രോസിനെ എടുത്തു പറയാനായിട്ട് കാരണമായി. I said I told that I don't know him. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. And the message would only be for the rest of the disciples. അതുകൊണ്ട് എനിക്ക് ആ സന്ദേശം ബാധകമല്ല, അത് ബാക്കിയുള്ളവർക്കുള്ളതാണ്. But God doesn't want Peter to think like that. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചോളം അവൻ അങ്ങനെ ചിന്തിക്കരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. Brothers and sisters, we may not be able to think about our Lord Jesus Christ and to maintain our relationship with him, but God is always interested to maintain that relationship continuously. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപക്ഷെ ദൈവമായിട്ടുള്ള നിരന്തരമായ ബന്ധം പുലർത്തുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ താല്പര്യമില്ല എങ്കിലും ദൈവത്തിന് ആ ബന്ധം മടക്കിക്കൊണ്ടുവരുവാനും നിലനിർത്തുവാനുമായിട്ട് താല്പര്യമുണ്ട്. God told the angel when you talked to those sisters came to the tomb, please mention the name of Peter in particular. വളരെ പ്രത്യേകമായിട്ട് തന്നെ എടുത്തു തന്നെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയ പറഞ്ഞ ഒരു വസ്തുതയാണ്, നിങ്ങൾ സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാരോടും പിന്നെ പത്രോസിനോടും ഇവരെ പറയണം എന്ന് എടുത്തു പറയണം എന്ന് ഓർമ്മിപ്പിച്ചു. This is the exactly way that God is dealing in your life and my life. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ആ രീതി യഥാർത്ഥത്തിൽ ഇതുപോലെയാണ്. He is very much interested very personally in coming into our own personal matters and to rectify things which is going wrong. വളരെ വ്യക്തിപരമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ അത് നേരെയാക്കുവാനായിട്ട് താല്പര്യമുള്ള ഒരു ദൈവത്തിന്റെയാണ് മനസ്സിലാക്കുന്നത്. What a loving God we have. എത്ര സ്നേഹനിധിയായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. How much time we are running away from that such a God. അങ്ങനെ ഈ കരുണാസമ്പന്നനായ ദൈവത്തിൽ നിന്ന് ഓടി എത്ര പ്രാവശ്യം നാം അകന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. What a wonderful God we have. എത്ര കരുണാസമ്പന്ന ദയാലുവായ ദൈവത്തെയാണ് നമുക്കുള്ളത്. God did 6 things to bring him back. ദൈവം 6 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് യോനയെ മടക്കിക്കൊണ്ടുവരുന്നത്. He did only 3 mistakes to run away from him. തന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളാണ് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് യോന ചെയ്തത്. But God has to do 6 things to bring him back. എന്നാൽ തന്നെ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ദൈവം 6 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. So the first thing he did, he sent out a wind. The wind obeyed him. ഒന്നാമതായിട്ട് നാം കാണുന്നത് ദൈവം ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. അങ്ങനെ പെരുങ്കാറ്റ് അവനെ അനുസരിക്കുന്നതായിട്ട് നാം കാണുന്നു. Then he commanded a big fish to swallow Jonah. പിന്നെ ഒരു മഹാമത്സ്യത്തെ യോനയെ വിഴുങ്ങുന്നതായിട്ട് കൽപ്പിച്ചാക്കി. God said to the whale or the big fish, ആ മഹാമത്സ്യത്തോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, now you should go this direction. നീ ഈ പ്രത്യേകമായ ദിശയിലേക്ക് പോകണം. When you go there, അവിടെ പോകുമ്പോൾ a dishonoring prophet is coming to the water, you swallow that man right there. അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ഒരു പ്രവാചകൻ അവിടെ മുങ്ങിത്താഴും എന്ന് പറഞ്ഞു. So you be ready to swallow him. അങ്ങനെ ആ പ്രവാചകനെ വിഴുങ്ങുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. പ്രവാചകനെ വിഴുങ്ങുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. The whale, the big fish
obeyed God. അങ്ങനെ ആ മഹാമത്സ്യം ദൈവത്തെ അനുസരിച്ചു. You look carefully and see all these things. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നാം പരിശോധിച്ചാൽ All the 6 things God did, the wind obeyed, the fish obeyed, the tree obeyed, the worm obeyed, everything obeyed God. ഈ കാര്യങ്ങളിൽ എല്ലായിടത്തും കാറ്റായാലും ശരി, മത്സ്യമായാലും ശരി, ആവണക്കായാലും ശരി, പുഴുവായാലും ശരി, ഇതെല്ലാം ദൈവത്തെ അനുസരിച്ചതായിട്ട് നാം കാണുന്നു. John Chan mentioned that last week that the nature obeyed God. നാം കഴിഞ്ഞ ആഴ്ച ജോണിച്ചാലിൽ നിന്ന് കേട്ടതാണ് ഈ പ്രകൃതി വരെ ദൈവത്തെ അനുസരിക്കുന്നുവെന്ന്. Only one person did not obey God. ഒരു വ്യക്തി മാത്രം ദൈവത്തെ അനുസരിച്ചില്ല. Everything else obeyed God. ബാക്കി എല്ലാവരും ദൈവത്തെ അനുസരിച്ചു. The servant of God did not obey him. ദൈവത്തിന്റെ ദാസനാണ് ദൈവത്തെ അനുസരിക്കാത്തത്. Here God uses the nature and also the creatures and the tree to bring Jonah back to God. നോക്കുക, ദൈവം ഇവിടെ ഉപയോഗിക്കുന്ന പ്രകൃതിയെയും മത്സ്യത്തെയും സൃഷ്ടികളെയും സസ്യങ്ങളെയും ഒക്കെയാണ് ദൈവത്തിന്റെ ദാസനെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ഉപയോഗിച്ചത്. 6 things he did to somehow to bring Jonah back to fellowship. അങ്ങനെ 6 കാര്യങ്ങൾ യോനയെ എങ്ങനെയെങ്കിലും ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് ദൈവം പ്രവർത്തിച്ചു. Now when God did the first 3 things, ദൈവം ആദ്യത്തെ 3 കാര്യങ്ങൾ ചെയ്തപ്പോൾ it is sending the wind, ആദ്യം പെരുങ്കാറ്റടിപ്പിച്ചു, sending the fish, പിന്നെ അതിന് മഹാമത്സ്യത്തെ അയച്ചു, and commanding the fish to vomit Jonah. അങ്ങനെ മഹാമത്സ്യത്തോട് ഛർദ്ദിച്ചു കളവാനായിട്ട് കൽപ്പിച്ചു. So in verse 10 of chapter 2, രണ്ടാമത്തെ അധ്യായത്തിന്റെ 10ാം വാക്യത്തിൽ നാം വരുമ്പോൾ we read that the fish vomited him on the shore. കരയ്ക്ക് ആ മഹാമത്സ്യം യോനയെ ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു. But if you look at chapter 3 verse 1, 3ാം അധ്യായത്തിന്റെ 1ാം വാക്യം നാം വായിക്കുമ്പോൾ we read like this. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Now the word of the Lord came to Jonah the second time. യഹോവയുടെ അരുളപ്പാട് 2ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായി. So this second time is very much important in our life. നമ്മുടെ ജീവിതത്തിൽ ഈ 2ാമത്തെ പ്രാവശ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. I don't think second time is not enough for us. നമ്മളെ സംബന്ധിച്ചോളം 2 പ്രാവശ്യം മാത്രം പോരാ. But God is the God of second chance. എന്നാൽ ദൈവം 2ാമത്തുള്ള അവസരങ്ങളുടെ ദൈവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. It reminds us. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് In our life also, not one chance, not 2 chance, so many chances God has given. നമ്മുടെ ജീവിതങ്ങളിൽ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല അനേകം അവസരങ്ങൾ ദൈവം തന്നതായിട്ട് മനസ്സിലാക്കുന്നു. Several chances God is giving. ദൈവം നമുക്ക് അനേകം അവസരങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. Somehow we need to come back to God. എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി God sometimes is very sad about us. ആ കാര്യങ്ങളെ ഓർത്ത് ദൈവം ദുഃഖിക്കുന്നുണ്ടാകാം. He is willing to give several chances in our life to correct our life and come back to him. നമ്മുടെ ജീവിതങ്ങളിലെ തെറ്റുകളെ തിരുത്തി മടങ്ങി വരുവാനായിട്ട് എത്ര അവസരങ്ങളും വേണം തരുവാനായിട്ട് ദൈവത്തിന് പ്രസാദമുണ്ട്. If you look your own life and my life, നമ്മുടെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ how many chances God has given us. എത്രയോ അവസരങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. When we strayed away from God, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, when our hearts were away from God, നമ്മുടെ ഹൃദയം ദൈവത്തോട് അകന്നിരുന്നപ്പോൾ, not once or twice, 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല, again and again, വീണ്ടും നമ്മൾ കാണുന്നത് God spoke to us. ദൈവം നമ്മോട് സംസാരിച്ചു. He visited us. നമ്മെ സന്ദർശിച്ചു. He put us in difficult situations. നമ്മളെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ അവൻ കൊണ്ടുപോയി. To realize what we are doing. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി. What a wonderful God he is. എത്ര അതിശയവാനായ ദൈവമാണ്. Loving and caring and compassionate God. നമ്മളോട് കരുണയും സ്നേഹവും മനസ്സിലുമുള്ള ഒരു ദൈവം. In spite of all the mistakes that we are doing every moment, God is still loving us compassionately and he is interested in your life and my life. നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തിക്കൂട്ടുന്ന തെറ്റുകളുടെയും കുറവുകളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. We are all here today because God has given us several chances. നമ്മളെല്ലാം ഇന്ന് ഈ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് ദൈവം അനേക അവസരങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. I was wondering, many times, we cannot focus on our worship. Many thoughts distract us from the presence of God and we are nowhere, but we lost our control, but still God loves us. പലപ്പോഴും നാം ആരാധന സമയത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് മറ്റ് ചിന്തകൾ കടന്നു വരികയും ആരാധനയിലുള്ള നമ്മുടെ ശ്രദ്ധ മാറിപ്പോവുകയും, എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. If God had given only one chance in our life, none of us would have been here this morning. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അവസരം മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും ഇവിടെ ഇരിക്കുകയില്ലായിരുന്നു. So when God did the first 3 things, the wind, the swallowing by the fish and the vomiting by the fish, ദൈവം ചെയ്ത ഈ ആദ്യത്തെ 3 കാര്യങ്ങൾ, പെരുങ്കാറ്റടിക്കുന്നു, മത്സ്യത്തോട് വിഴുങ്ങുവാൻ പറയുന്നു, മത്സ്യത്തോട് ഛർദ്ദിച്ച് കളയുവാൻ പറഞ്ഞു. Listen carefully. നാം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. When God did these 3 things, ദൈവം ഈ 3 കാര്യങ്ങൾ ചെയ്തപ്പോൾ the mission of Jonah was restored.
ദൈവം യോനയെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. Or the ministry was restored. അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ പുനഃസ്ഥാപിക്കപ്പെട്ടു. Because after the fish vomited Jonah on the dry land, ആ കരയ്ക്ക് മഹാമത്സ്യം യോനയെ ഛർദ്ദിച്ചു കളഞ്ഞപ്പോൾ then Jonah realized and then went and preached the gospel. യോനയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലാകുകയും താൻ ദൈവം പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. People in Nineveh got saved. നിലവിലുള്ള ആ ജനങ്ങള് കർത്താവിന്റെ സുവിശേഷം കേൾക്കുകയും രക്ഷിക്കുകയും. That's what we read in chapter 3 verse 6 onwards. 3-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ അതാണ് നാം വായിക്കുന്നത്. Right from the king who rose from his throne to the last person in Nineveh, they all repented and got saved. അവിടെ നിനവെ രാജാവ് മുതൽ ആ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയവനായ വ്യക്തി പോലും അനുദപിച്ച് പറഞ്ഞു രക്ഷ സ്വീകരിച്ചു. They sat in ashes and repented of their sin and got saved. അവർ വെണ്ണീരിൽ ഇരുന്നുകൊണ്ട് രട്ടെടുത്ത് വെണ്ണീരിൽ ഇരുന്നുകൊണ്ട് അവരുടെ പാപങ്ങളെ അവർ ഏറ്റുപറഞ്ഞു. So the ministry was restored by that. അങ്ങനെ ആ പ്രവൃത്തിയാൽ ആ ശുശ്രൂഷ പുനഃസ്ഥാപിക്കപ്പെടുന്നതായി നാം കാണുന്നു. The mission is accomplished. അങ്ങനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. With the three things God did, the ministry is accomplished. അങ്ങനെ ഈ ദൈവം ചെയ്ത 3 കാര്യങ്ങൾ മുഖാന്തരമായിട്ട് ആ ശുശ്രൂഷ പുനഃസ്ഥാപിക്കപ്പെടുന്നതായിട്ട്. Then why did God do the other 3 things? എന്തിനാണ് പിന്നെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ 3 കാര്യങ്ങൾ ദൈവം ചെയ്തത്? Next 3 things are also very important in our life. നമ്മുടെ ജീവിതത്തിലും ആ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. Jonah has come back from Tarshish. യോന തർശീശിൽ നിന്ന് മടങ്ങി വന്നു. God gave him a second chance. ദൈവം അവന് രണ്ടാമതൊരു അവസരം കൊടുത്തു. He repented. താൻ അനുദപിച്ചേറ്റ് പറഞ്ഞു. He went to Nineveh and preached the gospel. അവൻ നിനവേലേക്ക് പോയി അവിടെ സുവിശേഷം പ്രസംഗിച്ചു. People saved. ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു. Mission is accomplished. അങ്ങനെ ശുശ്രൂഷ പൂർണ്ണമായി. Ministry is accomplished. അങ്ങനെ ആ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുകയാണ്. Then why did God do the another 3 things? എന്തുകൊണ്ടാണ് പിന്നീട് ദൈവം ആ ബാക്കിയുള്ള 3 കാര്യങ്ങൾ ചെയ്തത്? To restore the person. The minister is not restored. God wants to restore the minister also. എന്നാൽ അതുവരെയും ശുശ്രൂഷ മാത്രമേ പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ശുശ്രൂഷകൻ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടി ആണ് അത് ചെയ്തത്. The ministry was restored by the first 3 things. ആദ്യത്തെ 3 കാര്യങ്ങളാൽ ദൈവത്തിന്റെ ശുശ്രൂഷ പുനഃസ്ഥാപിക്കപ്പെട്ടു. But the preacher was not restored. Even the ministry was succeeded. എന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷക വിജയം കണ്ടുവെങ്കിലും ശുശ്രൂഷകന് ഒരു യഥാസ്ഥാനപ്പെടൽ ഉണ്ടായിട്ടില്ല. There is a warning right there. ഇവിടെ ഒരു മുന്നറിയിപ്പ് നാം കാണുന്നുണ്ട്. There is a lesson God wants us to learn from there. ഇതിൽ നിന്ന് ഒരു പാഠം നമ്മെ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Did you understand that? അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, മനസ്സിലാക്കിയോ? The ministry is okay now. ഇപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ഒരു കുഴപ്പവുമില്ല. But who is not right? എന്നാൽ ഇവിടെ തെറ്റുപറ്റിയ ആർക്കാണ്? The preacher has not reconciled. എന്നാൽ ശുശ്രൂഷകന് ഒരു ഒരു മനസ്താപം ഉണ്ടായിട്ടില്ല. He is not right with God yet. ഇപ്പോഴും ദൈവമായിട്ട് ഒരു നല്ല ബന്ധത്തിലല്ല ശുശ്രൂഷ നിൽക്കുന്നത്. In order to restore the ministry, God did 3 things. ദൈവത്തിന്റെ ശുശ്രൂഷ പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ദൈവം 3 കാര്യങ്ങൾ ചെയ്തു. And he goes on doing another 3 things to restore the minister. എന്നാൽ പിന്നീട് 3 കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആ ശുശ്രൂഷകനെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ദൈവം ചെയ്തു. There is a lesson we have to learn right from there. അതിൽ നിന്ന് തന്നെ വളരെ ഒരു നല്ലൊരു പാഠം നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. Many of us ignore this important lesson. ഈ പലപ്പോഴും നമ്മൾ ഈ പ്രത്യേകമായ പാഠത്തെ അവഗണിക്കുന്നവരാണ്. When our life is not right before the sight of God, ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ അല്ലെങ്കിൽ ശരിയായ നിലയിൽ അല്ല എങ്കിൽ our ministry can be flourished and be a successful one. നമ്മുടെ എങ്കിൽ കൂടിയും നമ്മുടെ ശുശ്രൂഷ അത് വിജയം കൈവരിക്കുവാനും അത് പൂർണ്ണതയിലെത്തുവാനും സാധ്യതയുണ്ട്. Did you understand that point? നിങ്ങൾ അത് ശ്രദ്ധിച്ചുവോ? പ്രത്യേകമായ കാര്യം ശ്രദ്ധിച്ചുവോ? Even if you are not living a right life before the sight of God, you can do a wonderful ministry. ദൈവത്തിന്റെ മുമ്പാകെ ശരിയായ ഒരു ജീവിതമല്ല നയിക്കുന്നത് എങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഒരു പക്ഷേ വിജയം കണ്ടേക്കാം. There are so many ministries going on even in brethren assemblies. ഈ കാലഘട്ടത്തിൽ അനേകം ശുശ്രൂഷകൾ ബ്രദർ സഭകളിൽ കൂടി ആണെങ്കിൽ കൂടിയും നടക്കുന്നുണ്ട്. Even when you don't have a right relationship with the God, you can wonderfully perform many things in the churches. ദൈവമായിട്ട് യഥാർത്ഥത്തിൽ ഒരു നല്ല ബന്ധം പുലർത്താതെ തന്നെയും അത്ഭുതകരമായ കാര്യങ്ങൾ സഭകളിൽ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. You can still preach. നമുക്ക് ശുശ്രൂഷിപ്പാൻ കഴിയും, പ്രസംഗിക്കുവാനായിട്ട് കഴിയും. You can still do evangelism. നമുക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യുവാനായിട്ട് കഴിയും. You can still conduct meetings. നമുക്ക് മീറ്റിംഗുകൾ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയും. Even when your life is not right before the sight of God. ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതം ശരിയല്ല എങ്കിൽ കൂടിയും many people are doing that right now. ഇന്നും ഈ സമയങ്ങളിലും അനേകർ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. And God in His mercy
he brings results also. എന്നാൽ ദൈവം കരുണയുള്ളവനാണ്, അതിൽ കൂടി അവൻ അതിന്റെ റിസൾട്ട്സ് കൊണ്ടുവരും. You know, in the church history, if you look at the olden times, even some of the drunkards share the gospel, people got saved. പുരാതന കാലങ്ങളിലേക്ക് സഭയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മദ്യപിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞവര് ആ വചനം കേട്ടിട്ടും അനേക രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. That's not because of the goodness of the drunkard, അത് ആ മദ്യപാനിയുടെ നന്മ വശം കൊണ്ട് അല്ല, but because of the power of the gospel it is happening. എന്നാൽ സുവിശേഷത്തിന്റെ ശക്തി മുഖാന്തരമാണ് അത് സംഭവിക്കുന്നത്. You know, in another instance, when Moses communicated to speak to the rock, നമുക്കറിയാം മോശ പാറയോട് സംസാരിക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. he disobeyed God and struck the rock. പാറയോട് സംസാരിക്കുവാനോട് പറഞ്ഞപ്പോൾ അവൻ പാറയെ അടിച്ചു എന്നറിയാം. Still the blessing came out, the water came out. എന്നാൽ അതിൽ നിന്ന് പാറ പിളർന്ന് അവിടെ നിന്ന് വെള്ളം പുറത്തു വന്നു, അനുഗ്രഹം വന്നു. But God was displeased in his action. എന്നാൽ ആ മോശയുടെ പ്രവൃത്തിയിൽ ദൈവത്തിന് പ്രസാദം വരുവാനായിട്ട് ഇടയായില്ല. Even though he was not right before the sight of God, blessing is already there. ദൈവത്തിന്റെ മുമ്പാകെ അവൻ ചെയ്തത് ശരിയല്ല എങ്കിലും അനുഗ്രഹം അവിടെ പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. There's a way of deception, we can see that. അവിടെ ഒരു വഞ്ചനയുടെ കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. We need to be very careful in our ministry and our Christian life and the relationship with Jesus Christ. Even if it is not right, we can do wonderful things. Blessing also may come. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലായാലും സുവിശേഷ പ്രവർത്തനത്തിലായാലും ദൈവമായിട്ടൊരു നല്ല ബന്ധം പുലർത്തുവാൻ ശ്രമിക്കണം. അങ്ങനെ അല്ലെങ്കിൽ കൂടിയും നമുക്ക് അനുഗ്രഹം കാണുവാൻ സാധിച്ചേക്കാം. Here is a great truth we need to understand from this book. ഈ പുസ്തകത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണിത്. Just because of some of the results we see, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ആ പ്രതിഫലത്തിന്റെ കാരണത്തിൽ കൂടി ആയാലും, the blessings that we watch through the ministry, നമ്മുടെ ശുശ്രൂഷകളിൽ നിന്നും കൂടെ നമുക്ക് കാണുന്ന അനുഗ്രഹം, don't take it for granted that God is approving your life. അത് നമ്മൾ നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കുന്നുള്ള ഒരു തെളിവായിട്ട് നമ്മൾ കാണുവാനായിട്ട് പാടില്ല. Don't think that God is approved your life and he is happy with you. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അംഗീകരിച്ചു എന്നും നമ്മളുമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ ദൈവം സന്തോഷിക്കുന്നു എന്നും നമ്മൾ വിചാരിക്കരുത്. Your ministry may become a blessing to many others. നമ്മുടെ ശുശ്രൂഷ മറ്റനേകർക്ക് ഒരു അനുഗ്രഹമായിരിക്കാം. It may be fruitful sometimes. ഒരുപക്ഷേ അത് ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കാം. Even when God is not happy in your life. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലും ദൈവത്തിന് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് ഒരു പ്രസാദം കൈവരിച്ച് ഉണ്ടാകുകയില്ല. But our responsibility is to make sure that I am right before the sight of God. എന്നാൽ നമ്മുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ശരിയായ ജീവിതമാണ് നയിക്കണം എന്ന് ഉറപ്പുവരുത്തണം. See, Jonah preached and now people got saved. യോന പ്രസംഗിച്ചു, ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു. But God was not happy with Jonah's life. എന്നാൽ യോനയുടെ ജീവിതവുമായിട്ട് ദൈവത്തിന് സന്തോഷമുണ്ടായിരുന്നു. Is Jonah fully restored? യോന പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ടോ? No. ഇല്ല എന്ന് നമുക്ക് അറിയാം. Now look at the last three things God did. അവസാനമായിട്ട് ദൈവം ചെയ്ത 3 കാര്യങ്ങളെ നോക്കുക. Mission is accomplished, ministry is restored. ശുശ്രൂഷ പുനഃസ്ഥാപിക്കപ്പെട്ടു, ആ ദൗത്യത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചു. But the minister is not restored. എന്നാൽ സുവിശേഷകൻ പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. Now God begins to work again. വീണ്ടും പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം. What did he do? എന്താണ് ദൈവം ചെയ്തത്? Chapter 4 verse 6. 4-ാം അധ്യായം 6-ാം വാക്യം. Lord prepared a tree. You know why did he do that? അവിടെ ദൈവം ഒരു ആവണക്കിനെ ഒരുക്കി എന്ന് കാണുന്നത്. എന്തിനാണ് ആവണക്കിനെ ഒരുക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? Verse 6 says that it might be a shadow over his head to deliver him from his grief. അവന്റെ സങ്കടത്തിൽ നിന്ന് അവനെ വിടിവിപ്പാൻ തക്കണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിനാണ് ദൈവം ആവണക്കിനെ ഒരുക്കിയത്. Why is Jonah grief stricken? Why he became sad? എന്തുകൊണ്ടാണ് യോനയുടെ ജീവിതത്തിൽ അങ്ങനെ ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടായത്? Because അതിന് കാരണമായിട്ടിരിക്കുന്നത് the people of Nineveh got saved. ആ നിനവയിലുള്ള ആൾക്കാർ ദൈവത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് കാരണം. What a strange preacher he is. നോക്ക്, എത്ര വിചിത്രമായ ഒരു അനുഭവമാണ് യോന നമ്മളോട് കാണിക്കുന്നത്, യോന നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. The ultimate expectation of ministering the gospel is to people get saved. ഒരു ശുശ്രൂഷിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലുള്ള ആത്യന്തികമായ ആഗ്രഹം എന്നുള്ളത് ജനങ്ങൾ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. But he is grief stricken because people in Nineveh got saved and he is very sad about it. എന്നാൽ യോനയുടെ അനുഭവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിനവയിലുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ വിഷമം വന്നു എന്ന് കാണുന്നു. Is this grief reasonable? ഇത് ന്യായീകരിക്കുവാനായിട്ട് കഴിയുന്ന ഒരു വിഷമമാണോ? Is it justifiable? അതങ്ങനെ ന്യായീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? No. ഒരിക്കലുമില്ല.
unreasonable sorrow and grief. അവിടെ യാതൊരു കാരണമില്ലാത്ത പരാതി പറയാൻ യോഗ്യതയില്ലാത്ത ഒരു കാരണമാണ് അവിടെ. Unjustifiable reason. അവിടെ യാതൊരു വിധത്തിലും ന്യായീകരിക്കുവാനായിട്ട് കഴിയാത്ത ഒരു കാരണം. His sorrow cannot be admitted. തനിക്ക് നേരിട്ട വിഷമം അത് ഒരിക്കലും ഏറ്റുപറയാൻ പറ്റുകയില്ല. He is sorrowful because people turned to God. ദൈവത്തിലേക്ക് മനുഷ്യർ തിരിഞ്ഞപ്പോഴാണ് ഇവന് വിഷമത്തിന് കാരണമായി തീർന്നത്. He is very upset. ഈ കാര്യത്തിൽ വളരെ മാനസികമായ വിഷമമുള്ള ഒരു വ്യക്തിയായിട്ട് യോനായിരിക്കുന്നു. He says, I better die. ഇപ്പോൾ എനിക്ക് മരിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് താൻ ചിന്തിച്ചു. Do you know how God works here in this situation? ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? Even though his sorrow was the wrong kind of sorrow, അവന് അനുഭവിച്ച അവൻ കടന്നു പോകുന്ന വിഷമത്തില് ന്യായീകരിക്കുവാനുള്ള വിഷമം അല്ല എങ്കിലും even then God wanted to give him a peace of mind and rest and shade. അതിന്റെ മധ്യത്തിലും അങ്ങനെയാണെങ്കിൽ കൂടിയും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥത കൊടുക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുക. God wanted to deliver from his grief. അവന്റെ ആ പരാതിയിൽ നിന്ന് അവന്റെ സങ്കടത്തിൽ നിന്ന് അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ദൈവം ശ്രമിക്കുകയാണ്. If God did that, how much more he will do for the people who are having a right kind of sorrow and passion. യോനയോട് ജീവിതത്തിൽ ദൈവം അങ്ങനെ പ്രവർത്തിച്ചുവെങ്കിൽ ദൈവത്തിന് മുമ്പാകെ വിഷമിക്കുവാനായിട്ടുള്ള തക്കതായ കാരണമുള്ള ജനങ്ങളോട് ദൈവം എത്രമാത്രം നന്നായി പ്രവർത്തിക്കും. Many of us have reasonable sorrows in our life. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കാരണമുള്ള വിഷമങ്ങളാണുള്ളത്. Because of our dear ones went away from us. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളിൽ നിന്ന് അകന്നു പോയത് കൊണ്ടായിരിക്കാം. Some of them are terminally ill. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള രോഗത്തിന്റെ അവസ്ഥ മുഖാന്തരമായിരിക്കാം. Some other family problems they are facing. അതല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം. Some of them even cannot share with anyone. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കാതെ ഉള്ളിൽ ഒതുക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. There are right reasons like that to be sorrowful. അങ്ങനെ വിഷമിക്കുവാനായിട്ട് ദുഃഖിച്ചിരിക്കുവാനായിട്ടുള്ള യോഗ്യതയുള്ള കാരണങ്ങൾ അനേകമുണ്ട്. But let me comfort you by this saying this that God is watching and he is the one who can control everything and he is care about you and he will give you comfort and strength. എന്നാൽ നിങ്ങളോട് ഞാൻ ഈ കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മധ്യത്തിൽ അത് ശ്രദ്ധിക്കുകയും കാണുകയും അറിയിക്കുകയും തിരിച്ചറിയുകയും നമ്മൾ ആശ്വസിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പു തരുന്നു. If God is even concerned about the wrong kind of concern that Jonah had, how much more God will be having compassion if we have a right reason to be sorrowful. യോനയുടെ ജീവിതത്തിൽ അങ്ങനെ തെറ്റായ സങ്കടങ്ങൾക്ക് കുറിച്ച് ഭാരമുള്ള ഒരു ദൈവം ആണ് നമ്മുടെ ദൈവമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ന്യായമായ കാരണങ്ങളെ കുറിച്ച് ഭാരപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്ന ഒരു ദൈവമല്ലേ ആ ദൈവം. Here to deliver Jonah from his grief, God did something. ഇങ്ങനെ ഈ യോനയുടെ പ്രയാസത്തിൽ നിന്ന് യോനയെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. If that is true, അത് ശരിയാണ്, സത്യമാണെങ്കിൽ how much more God will be doing in your life and my life as we are going through many kind of afflictions even when we are sitting in the worship meeting. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയുടെ മധ്യത്തിൽ നാം കടന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും യോനയോട് അങ്ങനെ പ്രവർത്തിച്ച ഒരു ദൈവം എത്രമാത്രം അധികമായിട്ട് നമുക്ക് നൽകി തരും. Is there anyone sitting here who is having that kind of a grief in your heart? ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ആ രീതിയിലുള്ള ഒരു പിണക്കോ പ്രയാസമോ ഉണ്ടോ? God is concerned about you. നിങ്ങളെക്കുറിച്ച് ഭാരമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God wants to help in your sorrow and my sorrow. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള പ്രയാസത്തിൽ നമ്മെ സഹായിക്കുവാനായിട്ട് താല്പര്യമുള്ള ഒരു ദൈവം. Chapter 4 verse 6, God brought the tree up for he will have some shade. അവിടെ നാം വായിക്കുന്ന യോനയ്ക്ക് അവന്റെ സങ്കടത്തിൽ വിടുവിപ്പാൻ തക്കണം അവന്റെ തലയ്ക്ക് തണലായിരിക്കുവാനായിട്ടാണ് ആ ആവണക്കിനെ വളർത്തിയത്. What a wonderful God he is. എത്ര അതിശയമായ ഒരു ദൈവമാണ് ആ ദൈവം. See, did God ever said, all right, he is a disobeying guy, let him sit in the hot sun? അങ്ങനെ എപ്പോഴെങ്കിലും ദൈവം അവൻ എന്നെ അനുസരിക്കാത്ത പ്രവാചകനാണ്, അവൻ അങ്ങനെ ആ ചൂടത്ത് ആ വെയിൽ കൊണ്ടിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞുവോ? He never thought like that. He just preparing some comfort for him. എന്നാൽ ദൈവം അങ്ങനെയല്ല ചിന്തിച്ചത്. അവന് വേണ്ടി ചില ആശ്വാസമായ ചില നടപടികളാണ് ദൈവം അവിടെ സ്വീകരിച്ചത്. God comes down to his level. അവൻ ആ മനുഷ്യന്റെ താഴേക്ക് ചിന്തായിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. Oh, when we go away from him, God will come to the place where we go and then he wanted to raise for us from there. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ ഓടിപ്പോകുന്നത് ആ സ്ഥാനത്തേക്ക് കടന്നു വന്ന് നമ്മെ ഉയർത്തുവാനായിട്ട് താല്പര്യം കാണിക്കുന്ന ദൈവം. Jonah is angry to God. ദൈവത്തോട് മത്സരിച്ച ഒരു യോനയായിരുന്നു അത്. But we don't see God saying anything about it. എന്നാൽ യോനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ദൈവം എടുത്തു പറഞ്ഞതൊന്നും കാണുന്നില്ല. God is simply asking,
why you are angry? ദൈവം ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണ് നീ ദേഷ്യപ്പെടുന്നത്? You had pity on the tree that you never made it. നീ ഒരിക്കലും വളർത്താത്ത ആ ആവണക്കിനെ ഓർത്ത് നിനക്ക് ഭാരം ഉണ്ടോ? You never caused it to happen. ആ ആവണക്കിനെ വളർത്തുവാനോ അങ്ങനെ ഉണങ്ങുവാനോ നീയല്ല കാരണമായത്. But if you look at verse 11, എന്നാൽ 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ God is asking, should I not pity Nineveh, the great city in which there are more than 120,000 people who cannot discern between right hand and left hand, and also the livestock. നിനക്ക് ആ രീതിയിലുള്ള ആവണക്കിനെ കുറിച്ച് ഭാരമുണ്ടെങ്കിൽ 1,20,000 ചില്ലുവാനും മനുഷ്യര് അവിടെ തെറ്റേതാണ് ശരിയേതാണെന്ന് അറിയാതെ ഇരിക്കുന്ന ജനം രക്ഷിക്കപ്പെടേണ്ടതിനായിട്ടുള്ള ആ ഭാരം എനിക്കില്ലേ? When the tree perished, you are angry. ആ ആവണക്ക് ഉണങ്ങിപ്പോയപ്പോൾ നിനക്ക് ദേഷ്യം വന്നു. But if 100,020 plus people that I created, if they are perishing, you don't bother about it. ഞാൻ സൃഷ്ടിച്ച 1,20,000 ചില്ലുവാനും ജനങ്ങൾ നശിച്ചു പോകുന്നതിനെ കുറിച്ച് എനിക്ക് വിചാരപ്പെടേണ്ടതായ ആവശ്യമില്ലേ? In that condition also God is trying to help him. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടിയും ദൈവം യോനയെ സഹായിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. See what a loving, caring God we have. നമുക്ക് എത്ര മാത്രം കരുണാസമ്പന്നനായ ദയാലുവായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. He is trying to teach the nature of God in spite of our nature. There is we did not receive, expect any favor from him. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തിന്റെ അതിന്റെ മധ്യത്തിലും ദൈവം തന്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. God is always caring for us. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He wants to teach us that I am a merciful God. ഞാൻ ഒരു കരുണാസമ്പന്നനായ ദൈവമാണ് എന്നുള്ള പാഠമാണ് നമ്മളെ പഠിപ്പിക്കാൻ. Jonah, you need to be not only preaching the gospel. നീ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക മാത്രം ചെയ്യേണ്ടവനല്ല. You need to understand the character of God. Who are you preaching about? നീ ആരെക്കുറിച്ചാണോ പ്രസംഗിക്കുന്നത് ആ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നീ മനസ്സിലാക്കണം എന്നും കൂടെ അവിടെ പറയുന്നു. We should have an understanding about God and his character in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകുകയും ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുകയും ചെയ്യണം. That's God's message for us today. ഇന്ന് പകൽക്കാലം നമ്മോട് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അതാണ്. It is not enough for us to preach and do outreach and do the gospel work. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പ്രസംഗിക്കുകയും മാത്രം ചെയ്താൽ പോരാ. That is not enough. അത് മാത്രം പോരാ. God wants all of us to know the character of God and to grow into his likeness. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുകയും അവനോട് അനുരൂപമായി വളരണം എന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. To love, to show compassion, to spend for others and to be spent for others. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തയുള്ളവരായിട്ടും അനുകമ്പയും മനസ്സിലുള്ളവരായിട്ടും അവർക്ക് വേണ്ടി ചെലവഴിക്കുവാനും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും മനസ്സുള്ളവരായിരിക്കണം. The character of the preacher is also just as important as the character of the ministry. ശുശ്രൂഷയുടെ സ്വഭാവം എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് ശുശ്രൂഷിക്കുന്നവന്റെ സ്വഭാവത്തിനുമുള്ളത്. Let me conclude here. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. First three things God did to restore the mission. അവന്റെ ശുശ്രൂഷ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ ദൈവം ആദ്യം ചെയ്തു. Last three things he did to restore the preacher. അവസാനമായി ചെയ്ത 3 കാര്യങ്ങൾ അത് ശുശ്രൂഷകനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. I think it is most difficult thing for God to restore the preacher than the sinners. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചോളം പാപികളെ രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിട്ട് ഭാവിച്ച കാര്യം ശുശ്രൂഷിക്കുന്നതിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. To save the whole people of Nineveh, one message was enough. നിലവിലുള്ള എല്ലാ മനുഷ്യരെയും രക്ഷപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് ഒരു സന്ദേശം മാത്രം മതിയായിരുന്നു. But for the preacher, God has to do many things: east wind, tree, all sorts of nature. എന്നാൽ ആ ശുശ്രൂഷകനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് തനിക്ക് പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകേണ്ടി വന്നു. It is more difficult for God to deal with us than even the unbelievers sometimes. പലപ്പോഴും പാപികളായ മനുഷ്യരുമായിട്ട് ഇടപെടുന്നതിലേക്ക് ബുദ്ധിമുട്ടായിട്ട് വിശ്വാസികളായ ദൈവത്തെ സ്നേഹിക്കുന്നവരായ ജനങ്ങളോട് ഇടപെടാൻ ദൈവത്തിന് ബുദ്ധിമുട്ടായി വരുന്നു. I'm sure sometimes it is very difficult for God to deal with us
than with people outside. അങ്ങനെ അവിശ്വാസികളായ ജനങ്ങളോട് ദൈവം ഇടപെടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കളോട് വ്യവഹരിക്കുവാനായിട്ട് ദൈവം കാണുന്നു. What all lessons we learned from the book of Jonah. യോനയുടെ പുസ്തകത്തിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് നാം പഠിച്ചത്? What a wonderful God we have. നമുക്ക് ഉള്ള ഈ ദൈവം എത്ര അതിശയവാന ദൈവമാണ്. May we love him more. നമ്മൾ വരും ദിവസങ്ങളിൽ അവനെ കൂടുതലായി സ്നേഹിക്കണ്ടയോ? Serve him. അവനെ ശുശ്രൂഷിക്കുക. Live in close intimate relationship with him. അവനുമായിട്ട് ഏറ്റവും നല്ല വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ നമ്മൾ അനുവർത്തിക്കണം. Stay at the center of his will. അവന്റെ ഹിതത്തിന്റെ കേന്ദ്രസ്ഥാനമായിട്ട് നാം നിൽക്കണം. Never be able to miss the blessing that God is in store for us. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടമാക്കി കളയാതെ. May this thought encourage us this new year, so that we will be more closely related to our Lord and be having a good relationship with him. ഈ പുതുവർഷത്തിൽ ഈ ചിന്ത നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് വരും ദിവസങ്ങൾ ദൈവമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധം പുലർത്തുവാനായിട്ട് ഇടയാകുവാനായിട്ട് കഴിയട്ടെ.